Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Okay, let's start today's physics class. We were discussing about power transmission and distribution. Okay, starting with the dua. Rabbi yasir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu. Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, open your textbooks in front of you. And we will be writing the answers also for the questions described. Okay, be ready with your notebook, pen and your textbook. Okay, what is the heading? Power transmission and distribution. What is power transmission? Transmitting power from a power station to long distances. അല്ലേ? നമുക്ക് ഹൗസ് ഹോൾഡിലൊക്കെ എങ്ങനെയാണ് പവർ കിട്ടുന്നത്? പവർ ട്രാൻസ്മിഷൻ വഴിയാണ്. എവിടെ നിന്നാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പവർ ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പവർ സ്റ്റേഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷനിൽ എന്തൊക്കെ കാണും? ജനറേറ്റർ കാണും, അതേപോലെ ഒരു ട്രാൻസ്ഫോമറും കാണും. എന്തിനാണ് അവിടെ ഒരു ട്രാൻസ്ഫോമർ വെക്കുന്നത്? നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്താണ്? ജനറേറ്റ് ചെയ്യുന്നത് എത്ര വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ്? ഹൗ മച്ച് വോൾട്ട് ഇലക്ട്രിസിറ്റി ഈസ് ബീങ് ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻ? ആക്ച്വലി 11 kV ആണ്. ഓക്കെ, 11 kV ട്രാൻസ്മിറ്റ് ചെയ്താൽ ശരിയാവുമോ? നോ, ദർ വിൽ ബി മെനി ഹീറ്റ് എനർജി ലോസ്. ഓക്കെ, വെരി ഗുഡ്. ഹീറ്റ് എനർജി ലോസ് ഉണ്ടാകുന്നത് കാരണം we should step up the voltage. Okay, by stepping up the voltage, what happens? The transmission loss decreases. We can overcome the transmission loss by stepping up the voltage to 220 kV. ഓക്കെ, കറണ്ട് കുറയുകയാണ്. 220 kVയിലോട്ട് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് കുറയും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് ലേൺഡ് ദാറ്റ് വോൾട്ടേജ് കൂടുന്തോറും പവർ കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് കൂടുമ്പം അവിടുത്തെ കറണ്ട്, ആ കോയിലിലെ കറണ്ട് കുറയും അല്ലേ? അപ്പം നമ്മളുടെ കറണ്ട് കുറയ്ക്കാൻ വേണ്ടി, ഹീറ്റ് എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പവർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 11 kVയെ 220 kV ആക്കി മാറ്റണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് എ മെത്തേഡ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ്? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വാട്ട് ഈസ് എ മെത്തേഡ് ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് ചോദിച്ചാൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ടു ഫ്രം 11 kV to 220 kV so that the current is reduced and also the heat produced അല്ലെങ്കിൽ heat energy released is also reduced. Which type of transformer is there in the power station? പവർ സ്റ്റേഷനിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ പറയൂ. സ്റ്റെപ്പ് അപ്പാണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? 11 kVയെ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം അല്ലേ? സോ ജനറേറ്ററിൻ്റെ കൂടെ ഉള്ള, പവർ സ്റ്റേഷനിലുള്ള വിത്ത് ജനറേറ്റർ, AC ജനറേറ്ററിൻ്റെ കൂടെ ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ പേരെന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ there will be many substations. പവർ സ്റ്റേഷൻസ് കഴിഞ്ഞാൽ there will be many substations provided. ഹൗസ് ഹോൾഡ് സർക്യൂട്ടിന് മുമ്പേ തന്നെ, ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ പല ഇൻഡസ്ട്രീസിലും അത് വേണം അല്ലേ? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ദെയർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ദെയർ അല്ലേ? അവർക്ക് കുറച്ചും കൂടെ നമ്മുടെ ഹൗസ് ഹോൾഡിൽ 220 വോൾട്ട് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേണം അല്ലേ? ഇലക്ട്രിസിറ്റി റിക്വയർമെൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ പല പല സ്റ്റേജസ് ഓഫ് സബ് സ്റ്റേഷൻസ് ആർ ദെയർ. ഈ സബ് സ്റ്റേഷൻസിലൊക്കെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ 220 kV എന്ന് പറയുന്നതിനെ സ്റ്റെപ്പ് ഒന്ന് ഡൗൺ ചെയ്ത്, ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. പിന്നെയും അടുത്ത സബ് സ്റ്റേഷനിൽ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. സോ ദാറ്റ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ എടുക്കാം. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവരുടെ ആവശ്യമുള്ള എനർജി ആ സെക്കൻഡ് സ്റ്റേജുള്ള സബ് സ്റ്റേഷനിൽ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ളത് തേർഡ് സ്റ്റേജിൽ നമുക്ക് എടുക്കാവുന്നതാണ്. സോ നമുക്കതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാം, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആദ്യം നമ്മൾ പവർ സ്റ്റേഷൻ, ഇൻ ദ പവർ സ്റ്റേഷൻ ദെയർ വിൽ ബി AC generator. Since the board is small, I will draw it very short, in a very short form. ജനറേറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു പവർ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സ്റ്റെപ്പ് അപ്പിനാണ് SU എന്ന് എഴുതിയേക്കുന്നത്, പവർ ട്രാൻസ്ഫോമറിന് PT. സ്റ്റെപ്പ് അപ്പ് പവർ ട്രാൻസ്ഫോമർ എന്നാണ്.
ഈ ജനറേറ്ററിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് പവർ ട്രാൻസ്ഫോമറിലോട്ട് 3 വയേഴ്സ് കൊടുക്കുക. 3 ഫേസ് ലൈൻസ് ആണത്. ഇത് രണ്ടും കൂടെയാണ് പവർ സ്റ്റേഷൻ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ പവർ സ്റ്റേഷൻ ആവും. ഈ പവർ സ്റ്റേഷനിൽ നിന്ന് 3 വയേഴ്സ് ഫേസ് 220 kV ആയി മാറും. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എത്ര? 11 kV ആയിരിക്കും. 11 kV 220 kV ആയി മാറും. ഐ തിങ്ക് യു ക്യാൻ ഫോളോ. ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ മറ്റേ ടവർ വരയ്ക്കുക. ഓക്കെ, 220 kV നമ്മുടെ ട്രാൻസ്മിഷൻ ടവർ. ഓക്കെ, വരച്ചിട്ട് ഓക്കെ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ സബ്സ്റ്റേഷൻ ഉണ്ടല്ലോ, സബ്സ്റ്റേഷൻ 1. ഈ സബ്സ്റ്റേഷനിൽ നിന്ന് വി വിൽ ഗെറ്റ്, ഈ സബ്സ്റ്റേഷനിൽ അകത്ത് എഴുതണം 220 kV സബ്സ്റ്റേഷൻ, 220 kV സബ് സ്റ്റേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇപ്പോൾ 220 kV ഇൻപുട്ട് വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 220 kV സബ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടുന്നു. എത്ര വോൾട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടുന്നത്? 110 kV ആക്കി മാറ്റുന്നു. സോ അടുത്ത സബ് സ്റ്റേഷനിലോട്ട് 110 kV സബ് സ്റ്റേഷൻ 110 kV ആണ് ഇൻപുട്ടായിട്ട് കയറുന്നത്. ഇവിടെ കയറുന്നത് 220 kV ആണ്. അവിടെ നിന്ന് 110 kV ആയി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പോകുന്നു. ഇനി ഈ 110 kV സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഇതിനെ സെക്കൻഡ് എന്ന് വിളിക്കാം. ഫസ്റ്റ് പവർ സ്റ്റേഷനെ സ്റ്റേജ് 1 എന്ന് വിളിക്കാം. ആദ്യത്തെ സബ്സ്റ്റേഷൻ കാണുന്നത് സ്റ്റേജ് 2 എന്ന് വിളിക്കാം. രണ്ടാമത്തെ സബ്സ്റ്റേഷൻ സ്റ്റേജ് 3 ആണ്. എൻ്റെ കൂടെ വരയ്ക്കുക. ഓക്കെ, 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലോട്ട് കൊടുക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലോട്ട് കൊടുക്കാം. 110 kVയെ 11 kV ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ 11 kVയിൽ നിന്ന് ഡയറക്റ്റ്ലി 230 വോൾട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് എന്താണ്? 11 kV. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 4 വയേഴ്സ് ഉണ്ട്, 230 വോൾട്ടാണ്. എവിടെ നിന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ? ഹാവ് യു സീൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ്, നിയർ ബൈ യുവർ ഹൗസസ്? നമുക്കൊരു ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു ട്രാൻസ്ഫോമർ. അതിനെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ദർ വിൽ ബി 3 ഇൻപുട്ട് വയേഴ്സ്. 11 kV ലൈനിൽ നിന്ന് വരുന്ന 3 ഫേസ് വയേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് ദർ വിൽ ബി 4 ഔട്ട്പുട്ട് വയേഴ്സ്. ഓക്കെ, 4 ഔട്ട്പുട്ട് വയേഴ്സ് എന്തൊക്കെയാണ്? 3 ഫേസ് ലൈനും കാണും, ഒരു ന്യൂട്രലും കാണും. ഇത് നമുക്ക് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് ആവശ്യമാണ്. 3 ഫേസ് ലൈനും ഒരു ന്യൂട്രലും. സോ ജനറേറ്റർ, power transformer, step up power transformer. From the generator 11 kV volt is generated and it is stepped up to 220 kilovolt so that there is no transmission loss. And after 220 kilovolt reaches the substation first part, that is the second stage, this 220 kilovolt is stepped down to 110 kilovolt. This 110 kilovolt can be used in large scale industries. The large scale industries may need 66 kilovolt, 33 kilovolt or 11 kilovolt. They can use from this substation. And another substation is present here. This is a step down transformer substation and 110 kilovolt is converted to 11 kV kilovolt. Here the 11 kV kilovolt is used by small scale industries. This 11 kV transmission line directly goes to the distribution transformers which we see around the houses in our nearby places. The distribution transformer has 3 input phase lines and
output is 4 wires. There are 3 phase wires and 1 neutral wire. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇൻപുട്ട് 3 ആണ്, ഔട്ട്പുട്ട് 4 വയേഴ്സ് ഉണ്ട്, 3 ഫേസ് ആൻഡ് 1 ന്യൂട്രൽ. ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് ന്യൂട്രലിനെയും ഫേസിൻ്റെയും ഒരു ന്യൂട്രലിൻ്റെയും ഒരു ഫേസിൻ്റെയും ആവശ്യമുണ്ട്. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നമ്മൾ പറഞ്ഞു ഒരു ഫേസ് ഇതാണെന്ന് വിചാരിച്ചോ, ഒരു ഫേസ് ഇതാണ്, അനദർ ഫേസ് ഇവിടെ നിന്നാണ്. ഇത് P1, ഇത് P2 ആൻഡ് ഇത് P3. നൗ ഈ ഫേസ് P1, P2 and P3 wires are arranged in a star connection. സ്റ്റാർ കണക്ഷൻ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 120 ഡിഗ്രി ഇടയ്ക്ക് 120 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ സ്റ്റാർ കണക്ഷൻ പോയിരിക്കുന്നത്. P1-ൽ നിന്ന് P2, P2-ൽ നിന്ന് P3 എല്ലാം 120 ഡിഗ്രി ആംഗിൾ സെപ്പറേറ്റഡ് വിത്ത് 120 ഡിഗ്രി ആംഗിൾ സെപ്പറേഷൻ ആയിരിക്കും. പിന്നെ ഈ നടുക്കുള്ള ജോയിൻ്റ് ഉണ്ടല്ലോ, ദ 3 ഫേസസ് ആർ ജോയിൻഡ് ടുഗെദർ വിച്ച് ഇസ് കോൾഡ് ന്യൂട്രൽ. ഓക്കെ, പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഈ ഒരു ഫേസിൽ നിന്നും ഈ ന്യൂട്രലിൽ നിന്നും ഒക്കെ നമുക്ക് 3 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടും. ഈ ഫേസ് ന്യൂട്രലിൽ നിന്ന് കിട്ടത്തില്ല. 3 alternating currents are available in this 3-phase transformer. 3-phase transformer 3 alternating currents are obtained. The armature coils are arranged in such a way that they are 120 degrees separated. The angle separation between them is 120 degree. The joining of the 3 phases is a point called neutral, and in the neutral the potential difference, or the voltage available is 0 volt. Neutral 0 volt ആണ്. ഇനി ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. between phase and neutral, phase and phase. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രലും 2 ഫേസുകൾ തമ്മിലുള്ളതും പഠിക്കണം. അപ്പോൾ ഒരു ന്യൂട്രലും ഒരു ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? നമുക്ക് ഫേസ് എത്ര വോൾട്ടാ? 230 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ടൊക്കെ അല്ലേ നമുക്ക് ഫേസിൽ നിന്ന് വലിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഹൗസ് ഹോൾഡിൽ എത്ര വേണം? 230 വോൾട്ട് വേണം. അപ്പോൾ ഒരു ഫേസിൽ 230 വോൾട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അവൈലബിൾ ആണോ? ആണ്. ന്യൂട്രലിൽ എത്ര അവൈലബിൾ ആണ്? 0 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രൽ 230 വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസസ് 400 വോൾട്ട് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കാനില്ല. പക്ഷേ ദ സ്റ്റാർ കണക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആംഗിൾ സെപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ആംഗിൾ സെപ്പറേഷനൊക്കെ അതിൻ്റെ മെയിൻ ഘടകമാണ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്കത് പഠിക്കാനില്ല, നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസ് വയേഴ്സ് ഇൻ ദ സ്റ്റാർ കണക്ഷൻ ഈസ് 400. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 400 വോൾട്ടാണ്. ഇതും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? 230 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇഫ് ദേ ആസ്ക് യു ദ ഫേസ് ഡിഫറൻസ് അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വയേഴ്സ്. ഓക്കെ, ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ട്. ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 230 വോൾട്ട്. ന്യൂട്രലിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 0 വോൾട്ട്. ഫേസിൻ്റെയോ
230 വോൾട്ട്. അങ്ങനെ നമുക്ക് സപ്പോസ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ എർത്ത്, അതായത് നമ്മളുടെ ഭൂമിയിൽ നമ്മൾ ഈ ചപ്പലൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, ഓക്കെ, വിത്തൗട്ട് സാൻഡിൽസ്. അപ്പം ഇഫ് എ മാൻ ഈസ് ഓർ ഐ ആം ടച്ചിങ് ദ ഫേസ് ലൈൻ സ്റ്റാൻഡിങ് ഓൺ ദ എർത്ത്, വാട്ട് വിൽ ഹാപ്പൻ? ഒരു ഫേസ് ലൈനിൽ ഞാൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഷോക്ക് അടിക്കും. കാരണം എന്താണ്? ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 400 വോൾട്ടാണ്. ഒരു ഫേസിൽ കൂടെ എത്ര വോൾട്ട് പാസ് ചെയ്യുന്നുണ്ട്? എത്ര വോൾട്ടാണ് ഒരു ഫേസിന് അക്രോസ് ഉള്ളത്? 230 വോൾട്ട്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് അടിക്കും. കറണ്ട് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ കൂടെ, നമ്മളിൽ കൂടെ ആയിരിക്കും ആ കറണ്ട് പാസ് ചെയ്ത് എർത്തിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനൊരു പാത്ത് വേണം. ആ പാത്ത് നമ്മളതിനകത്ത് തൊട്ടാൽ കണക്ഷൻ നമ്മളിലോട്ടായിരിക്കും, എർത്തിലോട്ടത് പോവുകയും ചെയ്യും. അപ്പം നമുക്ക് കറണ്ട് അടിക്കും. സോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യന് ആൻസറാണ് പറഞ്ഞത്. നമ്മൾ ഇഫ് എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ എർത്ത് ടച്ചിങ് എ ഫേസ് ലൈൻ, വിൽ ഷീ ഓർ ഹീ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്? വൈ? Because of the potential difference we will get electric shock. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. സോ I will take that in the next part. I hope all of you understood this power distribution. Power station at endake undennu ariyam. Okay, so please do it neatly in the notebook. Write down the lecture notes. If you have any doubt, please WhatsApp me. Okay, so for now I am bidding goodbye. Assalamu alaikum warahmatullahi wabarakatuh.